ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു ബിരിയാണിയുടെയും ചിക്കൻ ഫ്രൈയുടെയും റെസിപ്പിയാണ് ഇടുന്നത്. അടിപൊളി ടേസ്റ്റി ബിരിയാണിയാണ്. ചിക്കൻ ഫ്രൈ മസാല തേക്കുന്നത് റെക്കോർഡായിട്ടില്ല, സോറി ഗൈസ്. ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളം തിളച്ചതിന് അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചോറിലേക്ക് വേണ്ട സ്പൈസസുകൾ ചേർത്ത് കൊടുക്കാം. 3-4 ഗ്രാമ്പൂ, കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ. അരിയൊക്കെ നന്നായി കഴുകി വെള്ളം വാങ്ങി വെച്ചതാണ്. ആദ്യം നമുക്ക് വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. വെള്ളത്തിൽ ഉപ്പ് പാകത്തിനുണ്ട്. ഇന്നത്തെ ബിരിയാണി തട്ടിക്കൂട്ടല്ല കേട്ടോ. ഇന്ന് ബിരിയാണിക്ക് ഇടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കൊടുന്ന് വെച്ചിട്ട് ഒരാഴ്ച ആയിരുന്നുള്ളൂ. ഇളക്കി കൊടുക്കുക. തമ്മിൽ ഒട്ടാതിരിക്കാൻ നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതോടെ റെഡി ആവട്ടെ. ഇനി നമുക്ക് മസാലക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊക്കെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ചോറ്, ചപ്പ്, ഇതുപോലെയാണ് കൊണ്ടുവയ്ക്കുക. ഈ ചപ്പും പൊതിയും നമുക്ക് കഴുകിയിട്ട് വെള്ളത്തിലിട്ടേക്കുക. പച്ചമുളകും തക്കാളി ബാക്കിയൊക്കെ നമ്മൾ ക്ലീൻ ആക്കാറുണ്ട്. നമ്മളിത് നന്നായി കഴുകിയിട്ടുണ്ട്. കുറച്ച് നേരം ഇത് വെള്ളത്തിലിക്കട്ടെ. പിന്നെ നമ്മുടെ ചോറ് വെന്തിട്ട് നമുക്ക് അതിൽ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചെടുക്കാം. ചോറ് ഊറ്റി വയ്ക്കുക. തീ ഓഫ് ചെയ്യണം. കറി ലീഫ് ഉണ്ട് ഫ്രിഡ്ജിലെടുത്തിരുന്നു. ഫോൺ അവിടെ വെച്ചോണേ. ഞാൻ ഫോൺ ഞാൻ ഫോൺ എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ സമയത്ത് ടി വി ഉണ്ടാവുന്ന ഇനി വാങ്ങുമ്പോൾ എന്നോട് പറയും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല. നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ച് തരാം. ഇതാ ഉള്ളി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കി മസാലയ്ക്ക് ഗാർണിഷ് ചെയ്യാനുള്ളത് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളത് റെഡിയാക്കി എടുക്കാം. എൻ്റെ മോളെ വെളിച്ചെണ്ണയിലാണ്, ഓയിൽ ചേർക്കുന്നില്ല ബിരിയാണിയിൽ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിൽ കുറച്ച് നെയ്യ് ചേർക്കും. ഗാർണിഷിങ് ഫ്രൈ ആയിട്ട് വെച്ചാൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടു. ഇത് നന്നായിട്ട് കളറ് മാറി വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി വീർത്ത് വരുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഇത് കോരിയെടുക്കാം.
തീ ഓഫാക്കി കൊടുക്കുക. ഇനി നമുക്കിത് പാത്രത്തേക്ക് കോരാം. നമുക്ക് ബിരിയാണി പോട്ട് അടുപ്പത്ത് വെക്കാം. ഇതിന് വെള്ളം ഉണ്ടാക്കാം. കത്തിച്ചിട്ട് ആ വെള്ളം വറ്റിയതിന് ശേഷം ഒന്ന് വെച്ചെടുക്കാൻ വെള്ളം. ഉള്ളി വാടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഉള്ളി നല്ല വാടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി ചതച്ചെടുത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തോട്ട് കുറച്ച് രീതിയിലിട്ട് നമുക്ക് ചിക്കൻ പൊരിക്കണേക്ക് ചേർക്കണം. നന്നായിട്ട് ഒന്ന് ആട്ടിയെടുക്കുക. തക്കാളി ചേർത്ത് വെക്കുക. തക്കാളി നന്നായിട്ട് വാടിയിട്ട് തക്കാളി വാടിയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള അരപ്പ് റെഡിയാക്കുക. ഇതിൽ നിന്ന് കുറച്ച് ഉള്ളിയുണ്ട് വാടണതിൻ്റെ മുന്നേ കോരിയിട്ട് മസാലയിൽ പിന്നെ ഒരു 4 കല്ലം തക്കാളി, കുറച്ചും കൂടി ജീരകം ഇട്ടെടുക്കണം. പെരിഞ്ജീരകം കുറച്ചിട്ടിട്ട് ഇനി നമുക്ക് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് കരിയില്ലാതെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ നല്ല റെഡിയാക്കണം. ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് മസാലയിൽ പിഴിയാൻ. ഇത്ര നമ്മൾക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് മതി മസാലപ്പൊടികൾ. ഇത് റെഡിയാകട്ടെ. വെന്തതിന് ശേഷം നമുക്ക് ദമ്മിടണം. ഇനി നമുക്കിത് ദമ്മിടാം. ഈ പച്ച പുറത്ത് വെക്കുക. അതേപോലെ പണി തീ ഓഫാക്കാണ്. കണ്ടോ ദമ്മ് വരുന്നത്. നമുക്ക് ചിക്കൻ പൊരിക്കാം. നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ള ചട്ടി വെച്ച് ചട്ടി ചൂടാവട്ടെ. നമ്മൾ ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ചിക്കൻ പൊരിക്കുന്നു. നമ്മുടെ ബിരിയാണി അച്ചാറ് കയ്യാറി ചീനത്തുമുളകും ഉണക്കമുന്തിരി സാധനം